فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء أنت في الوجدان حي أنت للعينين ضي أنت عند الحوض ري أنت هاد وصفي يا حبيبي يا محمد يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك أشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع الأبطالي الحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي غير النبي الصلاة على النبي والسلام. മാനേജർ ആണെങ്കിൽ നമുക്ക് വളരെ സ്വകാര്യ അഭിമാനം കൂടിയാണ്. നമ്മുടെ മഹബ്ബ കോൺഫറൻസിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയാണ്. ഇൻഷാല്ലാഹ് വർഷങ്ങളായിട്ട് അല്ലാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായുള്ള ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ദീർഘമായി സംസാരിക്കേണ്ട സമയമല്ല. നിങ്ങളൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ എത്തിയവരാണ്. രാവിലെ വീണ്ടും ഡ്യൂട്ടിക്ക് പോകേണ്ടവരാണ്. അതിൻ്റെ ഇടയിൽ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ ഒരുമിച്ച് കൂടി മൗലിദ് ചൊല്ലണം, സ്വലാത്തുകൾ ചൊല്ലണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം എന്നാഗ്രഹിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഖാല നബിയുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. ظلمت سنة من نحي الظلام إلى أن اشتقت قدماه الضر من ورمي. مولاي صل وسلم دائما أبدا على حبيبك خير സമാദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, പറയപ്പെട്ടതുപോലെ നമുക്കെല്ലാവിധ സപ്പോർട്ടും പിന്തുണയും നൽകുന്ന പ്രിയപ്പെട്ട നമ്മുടെ മുസ്തഫക്ക, അതുപോലെ തന്നെ അവർക്ക് കീഴിൽ ജോലികൾ ചെയ്യുന്ന പ്രിയമുള്ള ലുലുവിൻ്റെ സ്റ്റാഫുകൾ, പ്രിയപ്പെട്ട പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ.
16ാമത് സ്വലാത്ത് വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ട 16 വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിൽ പലരും വന്നുപോയി. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മൺമറഞ്ഞും പോയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ഈ സമയത്ത് നമ്മൾ ഓർത്തെടുക്കുകയാണ്. എന്തായാലും അനുസ്യൂദ്ധമായി പ്രവഹിക്കുന്ന സ്വലാത്തിൻ്റെ ഈ മധുരം ധാരാളം കാലം നമുക്ക് നുകരാനും പകരാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലില്ലാത്ത സമയം എന്റെ തണലുണ്ട് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ആ വിഭാഗത്തില് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ എണ്ണുകയാണ്. ഒരൊറ്റ സംഭവം പറയാം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതാ ബഗ്ദാദിൽ നിന്ന് കാൽനടയായി മഹാനായ അബ്ദുർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി വരികയാണ്. എത്രയെത്ര ആളുകൾക്കാണ് അദ്ദേഹം സ്വാഗതമോദിയത്, എത്രയെത്ര ആളുകൾക്കാണ് അദ്ദേഹം യാത്രയപ്പ് കൊടുത്തത്, എത്രയോ ആളുകളെ മദീനയുടെ മലർവനിയിലേക്ക് യാത്രയാക്കിയ മഹാനായ അബ്ദുർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പലപ്പോഴും ആത്മകഥം നടത്തുകയാണ്. കണ്ണിലൊക്കെ കണ്ണുകൾ സജലങ്ങളായി കണ്ണീരൊഴുക്കി പ്രവാചകനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, ആ മുറ്റത്തൊന്ന് വരാൻ എനിക്ക് അവസരം ലഭിച്ചില്ലല്ലോ, ആ തിരുചാരവന്നൊന്ന് സലാം പറയാൻ അവസരം ലഭിച്ചില്ലല്ലോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എല്ലാവർക്കും മദീനയിലേക്ക് പോകാൻ അവസരം കൊടുക്കാറുണ്ട്. സ്വലാത്തിന്റെ മാധുര്യം ജീവിതത്തിൽ എല്ലാ മേഖലയിലും സ്വലാത്ത് ചൊല്ലി ഹബീബിനെ കാണാൻ ആഗ്രഹിച്ചവരിലേക്ക് എന്റെ പ്രിയപ്പെട്ട ദാസന് വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഹിബങ്ങ് ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അബ്ദുർ റഷീദുൽ ബഗ്ദാദിയെ എന്റെ മദീനയിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് മുത്തുനബി പറയുകയാണ്. എന്താ കാരണം? അത്ഭുതപ്പെടുകയാണ് നമ്മൾ. എന്റെ പ്രിയപ്പെട്ട ഒരു മുഹിബിന് മദീനയിലേക്ക് പ്രവേശനം കൊടുക്കാൻ പാടില്ലെന്നോ? ആ സമയത്ത് ഹബീബ് പറഞ്ഞെന്താന്നറിയോ? എന്റെ പ്രിയപ്പെട്ട അബ്ദുർ റഷീദുൽ ബഗ്ദാദി വരുമ്പോ ഞാൻ എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഇവിടെ പ്രവേശനം നിഷേധിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ഖലീഫാക്ക് അള്ളാഹുവിന്റെ റസൂൽ സന്ദേശം കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, അദ്ദേഹം വന്നു കാൽനടയായി, കാലൊക്കെ പൊട്ടി, അദ്ദേഹം വലിയ വിഷമത്തോടെ വലിയ ഹുബ്ബോടെ എന്റെ കാലുകൾക്കോ ശരീരങ്ങൾക്കോ തളർച്ച വന്നാലും എനിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടതാണ് എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ കാവൽക്കാര് പട്ടാളക്കാർ അദ്ദേഹത്തിനെ പിടിക്കുകയാണ്. ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്റെ പേര് അബ്ദുർ റഷീദാണ്. എവിടെയാണ് രാജ്യം? എന്റെ നാടങ്ങ് ബഗ്ദാദിലാണ്. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് എന്നോട് അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. അവിടെ നിന്ന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്തേ എന്നെ അങ്ങ് സ്വീകരിക്കാത്തത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരാശനായി നടന്നു പോകവേ അദ്ദേഹം ഒരു ശ്രമം കൂടി നടത്തുകയാണ്. അതുവഴി അതാ ഒരു വിറക് കെട്ടുകാരൻ തന്റെ വാഹനത്തിൽ വിറകുകെട്ടുമായിട്ട് വരുമ്പോ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, എനിക്ക് മദീനയിലേക്കൊന്ന് പ്രവേശിക്കാൻ അവസരം തരുമോ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ഒരുക്കിത്തരാം, മുത്തുനബിയെ കാണാനല്ലേ, അതുകൊണ്ട് ഞാൻ അവസരം ഒരുക്കിത്തരാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വിറക് 4 കഷ്ണം മുകളിൽ നിന്നെടുത്തിട്ട് മഹാനായ ഈ അബ്ദുർ റഷീദ് തങ്ങളെ അതിന്റെ മുകളിൽ കിടത്തിയിട്ട് ആ വരിഞ്ഞു മുറുക്കിയ കെട്ടുമായിട്ട് തള്ളിപ്പോകുമ്പോ അവിടെ നിന്ന് പാറാവുകാര് ചോദിക്കുകയാണ്, പട്ടാളക്കാരെ, ആരാണ് നിങ്ങൾ? എവിടെ നിന്നാണ് വരുന്നത്? ആ സമയത്ത് പറഞ്ഞു, ഞാൻ മദീനയിലെ ഒരു വ്യാപാരിയാണ്, വിറക് കച്ചവടക്കാരൻ. ഞാൻ മദീനയിൽ വിറക് കച്ചവടം നടത്തുന്ന ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ തള്ളിക്കൊണ്ടുപോകുമ്പോ നിങ്ങളെ പേരെന്താണ് ചോദിക്കണ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, മുഹമ്മദാണ്, മുഹമ്മദ്. ഈ സമയത്ത് വിറക് കെട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന അദ്ദേഹം നിരാശനായി, എനിക്ക് പോകാൻ എന്റെ മുത്തുനബിയെ ചാരച്ചെല്ലാൻ കഴിയുമോ എന്ന വേദനയോടെ തളർന്നു കിടക്കുന്ന അദ്ദേഹം പറഞ്ഞു, എന്റെ മുഹിബിന്റെ പേര് കേട്ടാൽ എനിക്കെങ്ങനെ സ്വലാത്ത് ചെല്ലാതിരിക്കാൻ കഴിയും? ആ പേര് കേട്ടപ്പോ ഈ വിറകുകെട്ടിന്റെ ഉള്ളിൽ നിന്ന് ദീനരോധനത്തോടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ പറഞ്ഞു, നുഴഞ്ഞു കയറ്റം അനുവദിക്കൂല. നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് അബ്ദുർ റഷീദാണ്, ബഗ്ദാദിൽ നിന്നാണ്. ഒരിക്കലും അനുവദിക്കൂലെന്ന് പറഞ്ഞ് തിരിച്ചുപോയ മഹാനായ അബ്ദുർ റഷീദുൽ ബഗ്ദാദി. ഇങ്ങനെ എത്രയെത്ര മുഹിബ്ബീങ്ങൾ
ഇങ്ങനെ എത്ര മുഹിബ്ബീങ്ങൾ അല്ലാഹുവേ ഞങ്ങളെ സ്വലാത്ത് ആ മദീനയിൽ ചെല്ലാൻ ഒരു കാരണമാക്കണേ അല്ലാ. പടച്ചോനെ ആ മുത്തിന്റെ ചാര ചെല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യമേകണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്നേഹാർദ്രമായ എൻ്റെ കൽബും പൊട്ടി വേദന ചൊന്ന് ഞാൻ അരികിലെത്തി. തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റുപറഞ്ഞെന്ന് നബിയിൽ തേടി. ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞുള്ള നബിയല്ലേ, ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ, ഒരു ഭൂമി പാപീതൻ വ്യതയങ്ങ് കേൾക്കില്ലേ, ഉലകിലിവൻ ചെയ്ത പാപം പോറുക്കില്ലേ, കൽബും വിങ്ങി എന്നുടെ കരളും തേങ്ങി. അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ, പടച്ചറപ്പ് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മഹിതമായ സംഗമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്താൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأهل بيت سيدنا محمد. حب النبي ومدحه خير الأمل، وعسى الإله به يبلغه الأمل. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട GM മുസ്തഫ, മറ്റു വേദിയിൽ അണിനിരന്നിരിക്കുന്ന നേതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹൃദയരായ സത്യവിശ്വാസികൾ, ഇതര മത സഹോദരങ്ങളെ, 15 മിനിറ്റ് മാത്രമാണ് നമുക്ക് നിശ്ചയിച്ചത് ബാക്കിയുള്ളത്. 2 മണിക്ക് നമുക്ക് പിരിയണം. അതിന് മുമ്പ് അഷ്റഖ ബൈത്ത് ചൊല്ലി ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി ദുആഇറക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ദുആഇറക്കണം. അള്ളാഹു നമ്മളെ മജ്ലിസ് കബൂലാക്കി തരുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ഹാഖ് ഉസ്താദിൻ്റെയും ഇസ്മായിലിൻ്റെയൊക്കെ അഭാവം ശരിക്കും നമ്മളെ ഈ വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതറിയുന്നുണ്ട്. അള്ളാഹു ഉസ്താദിൻ്റെ മകൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരുമാറാവട്ടെ. ഈ അർദ്ധരാത്രിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാ വർഷവും മുടങ്ങാതെ വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ സംഘാടനം എല്ലാവരും കൂടി ഏറ്റെടുത്ത് വളരെ മനോഹരമായി നടക്കുന്ന ഒരു പ്രോഗ്രാം. അതിനൊരു ക്ഷീണവും വരാതെയാണ് ഇക്കൊല്ലവും നമ്മളതിവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ധാരാളം ആളുകൾ ഇതിന് സഹായിച്ചവരുണ്ട്. പ്രത്യേകം ഇപ്പോൾ വെള്ളം കൊടുക്കുന്ന നമ്മളെ സദസ്സിൽ ഈ വെള്ളം ഇവിടെ തന്നെയുള്ള ഒരു സ്റ്റാഫ്, ഈ നാട്ടുകാരിയായ ഒരു സഹോദരിയാണ് അത് നൽകിയിട്ടുള്ളത്, നൽകി വരാറുള്ളത്. ആ പെങ്ങൾക്ക് മക്കളില്ല എന്ന് സങ്കടം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു ഈ സദസ്സിന്റെ സമ്മാനമായി ആ പെങ്ങൾക്ക് മക്കളെ കൊടുക്കട്ടെ. ആമീൻ ഉഷാറായിട്ട് പറഞ്ഞാല് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. നമുക്ക് ചോദിക്കാനല്ലേ കഴിയുള്ളൂ. ഈ സദസ്സിൽ ചോദിച്ചാൽ അല്ലാഹു തട്ടൂല. സമയം അതാണ്, ഇജാബത്തിന്റെ സമയമാണ് ഈ രാത്രി സമയം. പ്രത്യേകിച്ച് നമ്മൾ പകല് മുഴുവനും പണിയെടുത്ത് വിയർപ്പൊലിപ്പിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ മജ്ലിസ് അതിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിവിടെ ഇരിക്കുമ്പോൾ എന്തായാലും അള്ളാഹു നമ്മളെ ഖായിബാക്കൂല. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. നേരത്തെ അധ്യക്ഷ പ്രസംഗം
നടത്തിയ ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ലത്തീഫി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഭാവനം ചെയ്ത് ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ച ധാരാളം സന്ദേശങ്ങൾ ഉസ്താദ് ഇവിടെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ ഓർത്തെടുത്ത് പ്രാവർത്തികമാക്കേണ്ട അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അറിയിച്ചു. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിനെ മദീനയിലേക്ക് മാടി വിളിച്ചുകൊണ്ട് നല്ല ഇഷ്കിന്റെ പ്രഭാഷണം ബഹുമാനപ്പെട്ട സുനീർ ഫൈസി ഉസ്താദും ഇവിടെ നടത്തി. ഇനിയൊരു സാരഭത്തായ വഅലിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അശ്റക ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. ഒരൊറ്റ കാര്യം പറയുന്നു, നേരത്തെ എല്ലാവരും ഓർമ്മപ്പെടുത്തിയതുപോലെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതും ഇതിനു വേണ്ടി നമ്മൾ ഈ കൂടിയിരിക്കുന്നതും ഒക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു തിരുനോട്ടവും സന്തോഷവും ലഭിക്കാനാണ്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു മനുഷ്യന്റെ അമലുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അമല് അവന്റെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന അമലാണ്, കൽബ് കൊണ്ട് ചെയ്യുന്ന അമലാണ്. കൽബ് കൊണ്ട് എങ്ങനെ അമല് ചെയ്യാന്ന് ചോദിച്ചാൽ ഈമാനാണല്ലോ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്, വിശ്വാസമാണല്ലോ. വിശ്വാസത്തിനേക്കാളും വലിയ അമല് വേറെ ഇല്ല. ഈ മതത്തിന്റെ ഒന്നാമത്തെ മെമ്പറായ പുരുഷന്മാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അങ്ങനെ പറയാറുണ്ടായി. സിദ്ദീഖ് തങ്ങളുടെ ഈമാനും ഈ ഉമ്മത്തിന്റെ മറ്റുള്ള സകലമാന ജനങ്ങളുടെ ഈമാനും പരസ്പരം താരതമ്യപ്പെടുത്തി നോക്കിയാൽ അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനായിരിക്കും മുന്നിട്ട് നിൽക്കുക. ആ ഈമാൻ എന്ന അമല് കനം കൂടാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ എന്താ കാര്യമായിട്ടുണ്ടായിരുന്നത്? നിസ്കാരങ്ങളിലേക്ക് ചിന്തിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടി ഹിജ്റ വർഷം 1 2 ആ സമയങ്ങളിലാണ് നിസ്കാരം ഫർദാക്കുന്നത്. അതുവരെ നിസ്കാരങ്ങളില്ല. നോമ്പിന്റെ കഥയും അങ്ങനെ തന്നെയാണ്. ഇസ്ലാം നിർബന്ധമായി പഠിപ്പിക്കുന്ന ആരാധന കർമ്മങ്ങളുടെ ഒക്കെ കാര്യം എങ്ങനെയാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളുടെ കയ്യിലുള്ള ആകെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കാണ്, സ്നേഹമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് പറഞ്ഞത്, സിദ്ദീഖ് തങ്ങളുടെ ഒരു രാത്രി എന്റെ ആയുഷ്കാലം മുഴുവനും അതിന്റെ ഇരട്ടിയും അല്ലാഹു എനിക്ക് തന്ന് ഞാൻ അമല് ചെയ്താലും സിദ്ദീഖ് തങ്ങളുടെ ഒരു രാത്രിയിൽ ഒരല്പസമയം അവിടെ നിന്ന് ചെലവഴിച്ച അമലിന്റെ ഒരരികില് പോലും എത്തൂല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഏതായിരുന്നു ആ രാത്രി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രയാണത്തിൽ അവിടുന്ന് ഓർ സൗർ എന്ന ഗുഹയിൽ പോയ ഒരു രംഗമുണ്ട്. ആ ഓർ സൗർ ഇന്ന് മക്കയിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. അമ്പരച്ചുംബിയായി നിൽക്കുന്ന ഏറ്റവും വലിയൊരു മലയാണ്. ആ മലയുടെ മുകളിലേക്ക് ഇന്ന് കുറച്ചൊക്കെ ഒരു സൗകര്യം ഉണ്ടെങ്കിലും അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം പടവകളില്ല, സൗകര്യങ്ങളില്ല, സംവിധാനങ്ങളില്ല. കല്ലും മുള്ളും മൂർക്കം പാമ്പും ഇതെല്ലാം താണ്ടി വേണം പോകാൻ. ക്ഷീണിതനായി ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി വിശന്നൊട്ടിയ വയറോടുകൂടിയുള്ള യാത്ര, ടെൻഷൻ നിറഞ്ഞ യാത്ര. ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ളത് മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഈ സമയത്ത് നടന്നിട്ടാണ് പോകുന്നത്. പക്ഷേ മുത്തുനബിക്ക് ക്ഷീണമുണ്ടെന്ന് തോന്നിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലതും ഇടതും മുമ്പിലും പുറകിലുമായിട്ട് അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞും പോവുകയാണ്. കാരണം സഞ്ചരിക്കുന്ന വഴി അത്ര സുഖകരമല്ല. എവിടെയെങ്കിലും ഒരു മുള്ള് ഈ മുത്തിന്റെ ശരീരത്തിൽ തറക്കുക എന്നുള്ളത് സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം മരണവേദനയ്ക്ക് സമാനമാണെന്നാണ് അവിടുത്തെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് സംരക്ഷണം കൊടുക്കുന്നു. അവസാനം കയറി പോകുമ്പോ കുഞ്ഞിനെ എടുത്ത് തോളിലിടുന്നത് പോലെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസിദഖു ഫിൽ ഗാരിവ صديق لم يريما وهم يقولون ما بالغار حين ضميم مولاي صلي وسلم
سلم دائما أبدا على حبيبك خير الخلق كلهم. ആ നേതാവിനെ തോളിലെടുത്തുകൊണ്ടാണ് ആ ഗുഹാക്കുള്ളിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടും എന്നത് മനുഷ്യേതര ജീവികൾക്കൊക്കെ മുഴുവനും അറിയുന്ന കാര്യമാണ്, സത്യമാണ്. അതുകൊണ്ട് ആ നേതാവിന്റെ വരവിൽ സന്തോഷിക്കാനും ഒന്ന് കാണാനും കാത്തിരുന്ന് കഴിയുന്ന ധാരാളം ഇഴജന്തുക്കൾ വരെയുണ്ട്. അക്കൂട്ടത്തിലാണ് ഒരു സർപ്പം ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ പൂതി വെച്ച് പുറത്തേക്ക് തലയിടാൻ നോക്കിയപ്പോൾ സൗകര്യമില്ല. ശുദ്ധീകൃതങ്ങളുടെ കാലിന്റെ വിരലാണ് ആ ഗുഹാമുഖത്തുള്ളത്. പാമ്പിന് ശുദ്ധീകൃതങ്ങളെ അറിയാം, പക്ഷെ വേദനിപ്പിക്കാനല്ല കൊത്തിയത്. എനിക്ക് ശുദ്ധീകൃതങ്ങളെക്കാളും കാണേണ്ട ഒരു മുഖം ഇവിടെയുണ്ട്. അതാരാ? അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്സീറു വഗാലി അന്ത മിസ്ബാഹുസ് സുദൂർ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആ കൊത്ത് അവിടെ സംഭവിച്ചത്. പക്ഷേ ശുദ്ധീകരണങ്ങൾ കാലുമാറ്റിയില്ല. അവിടെ ആർക്കാണ് സംരക്ഷണം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് സംരക്ഷണം നൽകുന്നത്. പാമ്പിന്റെ കൊത്ത് ശരീരത്തിന്റെ എല്ലാ പേശികളിലേക്കും വിഷം കയറിയിട്ട് രക്തത്തിന്റെ കളറ് മാറാൻ തുടങ്ങി, മുഖത്തിന്റെ ഭാവം മാറാൻ തുടങ്ങി. പക്ഷേ മുത്തുനബി സുഖകരമായി സന്തോഷകരമായി ക്ഷീണിതനായി കിടക്കുമ്പോഴും ഒന്ന് വിശ്രമിച്ച് ഉറങ്ങിപ്പോവുകയാണ്. ആ മുത്തിന്റെ പൂമുഖത്തേക്ക് എന്റെ ഈ കണ്ണിന്റെ കണ്ണുനീരങ്ങ് ചോർന്നൊലിച്ചാൽ ഉറക്ക് ശല്യമായി പോകുമല്ലോ എന്ന വേദനയാണ്. ശരീരം ചുമന്നൊടുക്കുന്നു, വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് ശരീരം വിറക്കുന്നുണ്ട്. പക്ഷേ സ്വന്തത്തിലുള്ള വേദന തനിക്ക് പ്രശ്നമല്ല. താൻ മരിച്ചാലും തന്റെ ഒരു കണ്ണീരിന്റെ ഒരു ഉറ്റിന്റെ കാരണം കൊണ്ട് ഈ മുത്തിന്റെ ഉറക്കിന് ശല്യമായി കൂടെന്ന് വിചാരിച്ചയാളാണ് ആര്? ഇസ്ലാമിന്റെ ഒന്നാമത്തെ മെമ്പറായ ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, ആ ഒരു രാത്രിയിൽ സിദ്ദീഖ് തങ്ങളുടെ ആ ഒരു രാത്രിക്ക് സമാനമായി ഈ ഉമർ 100 വർഷം ജീവിച്ചാലും അവിടെ അയലത്തേക്ക് എത്തില്ല എന്ന് പറഞ്ഞത് ഞാൻ സൂചിപ്പിക്കുന്നത് അവരുടെയൊക്കെ കയ്യിലുള്ള ആയുധം ഒരേ ഒരു ആയുധം മാത്രമാണ്. അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെ കൽബിലൊന്ന് കയറി കിട്ടണം. അള്ളാഹുവിന്റെ ഹബീബിനോട് ഈ താല്പര്യം നമ്മളെ കൽബിലൊന്ന് കയറി കിട്ടണം. ആ കൽബിൽ മഹബ്ബത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിന്മയുടെ വാക്താവായി ജീവിക്കാൻ കഴിയില്ല, തെറ്റിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ കഴിയില്ല, എവിടെയെങ്കിലും പ്രയാസങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. എല്ലാ മാർഗങ്ങളിലും നമുക്ക് നിരന്തരം തസ്കിയത്ത് തരുന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അപ്പൊ ആ തങ്ങളെ ഒരു സന്തോഷത്തിന്റെ നോട്ടം കിട്ടാനാണ് ഈ പാതിരാത്രിയിലും നമ്മൾ ഈ മജ്ലിസിലിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്റഖൽ ബദ്റു അലൈനാ ഫഖതഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖദ്ദു യാ വജ്ഹ സുറൂരി. യാ നബി സലാം അലൈക്കും യാ
رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا رسول الله الله يا إمام القبلتين أنت للمولى شكور يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا رسول الله يا بشير يا نذير يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله وأعيذني وأجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله هذا عبد كتملى وانجلى عنه الغموم فيك يا قادر تجلى فلك الوصف الحسين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله
ليس أزكى منك أصلا قط يا جد الحسين فعليك الله صلى دائما طول الدهور الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله يا ولي الحسنات يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفرا عني ذنوبي واغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المصابي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم علم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا بجميع الصالحات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا لجميع الصالحات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا لجميع الصالحات آمين 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 يا رب العالمين.